കൊച്ചി ലുലു മാളിൽ വിദ്യാരംഭ ചടങ്ങുകൾ തുടങ്ങി. ലുലു മാളും 24 സംയുക്തമായി സംഘടിപ്പിക്കുന്ന വിദ്യാരംഭ ചടങ്ങിന് സ്വാമി ഉദിത് ചൈതന്യയാണ് നേതൃത്വം നൽകുന്നത്. 24 സ്റ്റഡി അബ്രോഡിന്റെ നേതൃത്വത്തിൽ വിദേശ പഠനത്തിന് വിദ്യാരംഭം കുറിക്കുന്ന ചടങ്ങ് അല്പസമയത്തിനകം എറണാകുളം സെന്റ് തെരേസസ് കോളേജിൽ തുടങ്ങുകയും ചെയ്യും. കൊച്ചി ലുലു മാളിൽ നിന്ന് നിതിൻ അംബുജൻ തത്സമയം ചേരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ബിപിൻ സി വിജയൻ, കൂടുതൽ വിവരങ്ങളുമായി നിതിൻ അംബുജൻ ചേരുന്നു കൊച്ചി ലുലു മാളിൽ നിന്ന്. നിതിൻ, പറയൂ. വിജയദശമി ദിനത്തിൽ അങ്ങനെ ഒരു അറിവിന്റെ അക്ഷരലോകത്തേക്ക് കുരുന്നുകൾ കടന്നിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അറിവിന്റെ അക്ഷരലോകത്തേക്ക് കുരുന്നുകൾ ഇങ്ങനെ കടക്കുന്നു. വളരെ സന്തോഷത്തോടെ തന്നെ സമാധാനപരമായി തന്നെ കുരുന്നിങ്ങനെ ആദ്യാക്ഷരം കുറിക്കുന്നു. നർത്തകി സോഫിയ സുദീപ്, അതോടൊപ്പം തന്നെ സ്വാമി ഉദിത് ചൈതന്യ, കൂടാതെ ചലച്ചിത്ര സംവിധായകനും നടനുമായ ശ്രീകാന്ത് മുരളി എന്നിവരാണ് ഈ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകുന്നത്. ഏതാണ്ട് 100 കുരുന്നുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓരോ കുരുന്നുകൾക്കും ഇങ്ങനെ ആദ്യാക്ഷരം പകർന്നു നൽകുകയാണ്. അവരാരും തന്നെ കരയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. വളരെ സന്തോഷത്തോടെ തന്നെ സമാധാനപരമായി തന്നെയാണ് കുരുന്നുകൾ ഇങ്ങനെ ആദ്യാക്ഷരം കുറിക്കുന്നത്. പൊതുവെ ഈ ക്ഷേത്രത്തിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ചടങ്ങാണ് ഇവിടെ ലുലു മാളിൽ ഇങ്ങനെ സംഘടിപ്പിക്കുന്നത്. ഇത് തുടർച്ചയായി 4ാം തവണയാണ് ഇത്തരത്തിൽ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു കൊടുക്കുന്ന ഒരു ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. എന്തായാലും ഈ കുരുന്നുകളൊക്കെ രജിസ്റ്റർ ചെയ്തു. അവരിങ്ങനെ ആദ്യാക്ഷരം കുറിക്കുന്നു. അതിനുശേഷം ഈ കുരുന്നുകൾക്ക് ഓരോരുത്തർക്കും കിറ്റ് നൽകിക്കൊണ്ടാണ് അവരെ ഇവിടെ നിന്ന് പറഞ്ഞേക്കുന്നത്. എന്തായാലും വളരെ സന്തോഷത്തോടെ തന്നെ അങ്ങനെ സമാധാനപരമായി തന്നെ കുരുന്ന് ഓരോ അക്ഷരങ്ങളും കുറിക്കുകയാണ്. സ്വാമി, കുരുന്നങ്ങനെ കുട്ടികളെല്ലാവരും നല്ല മിടുക്കന്മാരും മിടുക്കികളായിട്ടിരിക്കുന്നത്. കാരണം അവരുടെ ജീവിതത്തിലൊരു ആദ്യാക്ഷരം കുറിക്കുമ്പോൾ, അവരറിവിൻ്റെ ലോകത്തിലേക്ക് കടക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും അവർക്കൊരു അനുഗ്രഹമാണ്. കാരണം ഇതവരുടെ മനസ്സിൽ എന്തെങ്കിലും അവർ പതിയും. അത്രമാത്രം അവർ സുഹൃതികളാണ്, അനുഗ്രഹീതരാണ്. കാരണം ഇന്നത്തെ ലോകത്തിൽ അറിവിന് അറ്റമില്ല. അതുകൊണ്ടാണ് അക്ഷരം എന്ന് വിളിക്കുന്നത്. നാശമില്ലാത്തതാണ്. അറിവാണ് മനുഷ്യനെ സംസ്കാരമുള്ള ആളാക്കുന്നത്, സുഹൃതിയാക്കുന്നത്. അറിവ് ദൈവീകമാകുമ്പോൾ അത് അനുഗ്രഹീതമാവും. അതേ അറിവ് ആസുരികമാകുമ്പോൾ അത് മനുഷ്യനെ നശിപ്പിക്കും. അതാണ് മഹിഷാസുരനെ നശിപ്പിച്ചുകൊണ്ട് മർദ്ദിച്ചുകൊണ്ട് ദുർഗാദേവി വിജയം കൈവരിക്കുന്നത്. ഇന്ന് കുട്ടികളുടെയൊക്കെ ജീവിതത്തിൽ അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കുമ്പോൾ അവരിൽ ആ ദൈവീകമായ അറിവിനെ പകർന്നു കൊടുക്കുകയാണ്. അതിനാണ് ആചാര്യന്മാർ അത് അവരുടെ ജീവിതത്തെ അനുഗ്രഹീതമാക്കും. എന്തായാലും മാതാപിതാക്കളൊക്കെ വലിയ സന്തോഷത്തിലാണ്. അങ്ങനെ അറിവിൻ്റെ ലോകത്തേക്ക് കുരുന്നുകൾ കടക്കുന്ന സന്തോഷമുണ്ട്. നർത്തകി സോഫി സുദീപും ഓരോ കുരുന്നുകൾക്ക് ഇങ്ങനെ ആദ്യാക്ഷരം പകർന്നു നൽകുകയാണ്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ലുലു മാളിൽ ഇത് 4ാം തവണയാണ് ഇത്തരത്തിൽ ഈ ഒരു ആദ്യാക്ഷരം കുറിക്കുന്ന ഒരു വിദ്യാരംഭ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. 24 സംയുക്തമായാണ് ഈ അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കുന്ന ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കുരുന്നുകൾ ഓരോരുത്തരും ഇങ്ങനെ സന്തോഷത്തോടെ തന്നെ ആദ്യാക്ഷരം കുറിച്ചുകൊണ്ട് അവർ പോവുകയാണ്. മാതാപിതാക്കളൊക്കെ തന്നെ വലിയ സന്തോഷത്തിലാണ്. കാരണം അവരുടെ ഒരു കൊച്ചി ലുലു മാളിൽ വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.